ആവിയിൽ വേവിച്ച പലഹാരങ്ങളോടായിരിക്കുമല്ലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. 1 കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 250 ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കാൻ വെച്ചത്. കുറച്ചധികം വെള്ളം ഇതിന് വേണം, കാരണം നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം വെള്ളം വേണ്ട വരും. അതുകൊണ്ട് ഇത് തിളച്ചിട്ടുണ്ട്, ഇതെല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഒന്ന് നന്നായി വറുത്തെടുക്കണം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 റോബസ്റ്റോ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴവും എടുക്കാം. ഒരു മാഷറോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായി അതിനെ ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചാലോ അല്ലെങ്കിൽ മാഷറോ വെച്ചിട്ട് ഉടച്ചാലും മതി. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം, റവയും പഴവും കൂടെ. അതിനുശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ കൊട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര പാനി ഉരുക്കി വെച്ചില്ലേ, അതും കൂടി മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായി ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇളക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ച് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അതിലേക്ക് 1/4 കപ്പ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചില്ലേ മുന്തിരിയും കാഷ്യൂവും, അതും കൂടെ കുറച്ച് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ കുഞ്ഞു കുഞ്ഞു ബൗളോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇതിൽ മാത്രമല്ല ഇഡ്ഡലി തട്ടിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്റർ ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ 1/4 ഭാഗത്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മുഴുവനായിട്ടും നിറയുന്നത് വരെ ഒഴിച്ചു കൊടുക്കേണ്ട. അതിൻ്റെ മേലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ച മുന്തിരിയും കാഷ്യൂവും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെക്കാം. നമ്മൾ ഒഴിച്ച ബാറ്റർ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം. നമ്മൾ പകുതി ബാറ്റർ മാത്രമേ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ബാറ്റർ നമ്മൾ ഇങ്ങനെ ഒരു ഇഡ്ഡലി തട്ടിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ അടിയിലിട്ട് കൊടുക്കണം. അപ്പോഴാണ് എടുക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും ലെവലായി വരാനാണ്. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റീമറിൽ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ വെക്കുന്നത് 15 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി. എന്നിട്ട് ടൂത്ത് പിക്ക് ഇട്ട് കുത്തുമ്പോൾ നമുക്ക് അതിലൊന്നും ആവുന്നില്ലെങ്കിൽ അതെടുത്ത് മാറ്റാം. ഇങ്ങനെ ബൗളിൽ വെച്ചത് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്ത് കൊട്ടിയാൽ പെട്ടെന്ന് വിട്ട് വരും കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചത് ഇങ്ങനെ ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും വരും കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് കാണാനും മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ബാറ്ററിൽ കാഷ്യൂവും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് അത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നോക്ക്, ഞാൻ എല്ലാം ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.